എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പുതുതായിട്ട് അധികാരമേറ്റ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ ഒട്ടുമിക്ക പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുവാൻ ധവളപത്രം പുറപ്പെടുവിക്കുന്നതാണ്. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത്. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതാണ്. യുവ സംരംഭകർക്കായിട്ട് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയ UDF മുന്നോട്ട് വച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് ഇനി ആർത്തവ അവധി ലഭിക്കുന്നതാണ്. 3 ദിവസം വരെ അവധി നൽകുന്നതാണ്. പുതിയ സർക്കാർ നടപ്പിലാകുവാൻ പോകുന്ന വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സംസ്ഥാനത്ത് സ്ത്രീകൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനായിട്ട് പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവാവധി നൽകുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ആർത്തവാവധി എടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ വാര്യാദ്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള കേച്ചപ്പ് ക്ലാസുകൾ ഉറപ്പാക്കുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ഥിരമായിട്ട് അവകാശമാക്കി മാറ്റുകയും കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനായിട്ട് പ്രതിമാസം 1000 രൂപ വീതം നൽകുകയും ചെയ്യണമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപ എന്ന കണക്കിൽ കവറേജ് ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ UDF ഉയർത്തി കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ ആരോഗ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ പദ്ധതിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ കാരുണ്യ. ആ കാരുണ്യത്തിന്റെ സ്മരണകളെ വീണ്ടും ഉയർത്തിക്കൊണ്ടാണ് UDF പുതിയ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ഒരു ക്യാൻസറോ ഹൃദയരോഗമോ വാഹന അപകടമോ മതി ഒരു കുടുംബത്തിന്റെ ജീവിത സമ്പാദ്യവും മുഴുവൻ ഇല്ലാതാക്കുവാൻ. നിലവിലുള്ള പല സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾക്കോ ദീർഘകാലമായിട്ടുള്ള ചികിത്സകൾക്കോ പൂർണ്ണമായിട്ടും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. പദ്ധതി പ്രകാരം എങ്ങനെയാണ് നടപ്പിലാകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മുതൽ നടപ്പിലാക്കുമെന്നും ഇതിന്റെ കാലയളവ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണോ അതോ മറ്റേതെങ്കിലും സർക്കാർ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടാണോ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം തുടർന്നുള്ള ദിവസങ്ങളിലും വ്യക്തമാകുന്നതാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് സാമ്പത്തിക ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതിയാകുമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുന്നതാണ്. നിലവില് മാസം തോറും 2000 രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കുമെന്നുള്ള നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റയടിക്ക് 3000 രൂപയാകുമോ അതോ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കുകയോ എന്നുള്ള കാര്യം ജൂൺ മാസത്തിൽ UDF സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ വ്യക്തമാകുന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ പുതിയ UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജനക്ഷേമപരമായിട്ടുള്ള ഒട്ടേറെ നടപടികൾ വരുമെന്നാണ് ഏകദേശം ഉറപ്പായിരിക്കുന്നത്. ഓരോ പുതിയ പദ്ധതികളുടെയും വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.